Hello everyone, welcome back to RashVlogs. ഞാൻ ഇന്നൊരു വ്ളോഗായിട്ടല്ല വന്നേക്കുന്നത്. എൻ്റെ കയ്യിലൊരു ഹുവാവേയുടെ വാച്ച് GT2 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഒന്ന് ചെയ്യാൻ പോകുന്നത്. അധികം പോസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് അൺബോക്സിംഗിലേക്ക് കിടക്കാം. RashVlogsന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇങ്ങനെ ഒരു ബ്ലാക്ക് ബോക്സിലാണ് നമ്മുടെ ഹുവാവേ വാച്ച് GT2 വരുന്നത്. ഹുവാവേയുടെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ബോക്സിൻ്റെ പുറകിലായിട്ട് നമുക്ക് ഇതിൻ്റെ മോഡൽ നമ്പർ അതുപോലെ കളറെല്ലാം മെൻഷൻ ചെയ്തിരിക്കുന്നത് കാണാം. അതുപോലെ സൈഡിലായിട്ട് ഇതിൻ്റെ റേറ്റ് 729 ഖത്തർ റിയാൽസ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അത്ര റേറ്റ് ഇല്ല, 699 ഉള്ളൂ. ഇപ്പോൾ ഇത് 46mm വേരിയൻ്റ് ആണ്. 42mm വേരിയൻ്റ് കൂടി ഉണ്ട്. പക്ഷേ 42mm വേരിയൻറ്റിൽ ബ്ലൂടൂത്ത് കോളിംഗ് ഫെസിലിറ്റി ഉണ്ടാവില്ല. എന്തായാലും നമുക്കിത് തുറന്നു നോക്കാം. 3 കളറിലായിട്ടാണ് ഈ വാച്ച് വരുന്നത്. നമ്മളിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്ന കളർ മാറ്റ് ബ്ലാക്ക് ആണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പെബിൾ ബ്രൗൺ അതുപോലെ ടൈറ്റാനിയം ഗ്രേ, അങ്ങനെ 3 കളറിൽ വരുന്നുണ്ട്. ഓക്കെ, ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രീമിയം ലുക്കാണ് വാച്ചും അതുപോലെ ബോക്സും. അപ്പോൾ ഇതാണ് നമ്മുടെ GT2. അടുത്ത് തന്നെ ഹുവാവേയുടെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ വാച്ച് നമുക്ക് പിന്നീട് നോക്കാം. വേറെ എന്തൊക്കെയാണ് ഈ ബോക്സിലുള്ളത് നോക്കാം. ഓക്കെ, ഇതൊരു മാഗ്നറ്റിക് ചാർജിങ് ഡോക്കാണ് നമ്മുടെ വാച്ച് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ഡോക്കിൽ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള Type-C USB കേബിളാണ്. യൂസർ ഗൈഡ് ആവാം. ഓക്കെ, വാറണ്ടി കാർഡാണ്. ഓക്കെ, യൂസർ ഗൈഡ് കുറേയധികം ലാംഗ്വേജസിലുണ്ട്. ഓക്കെ, ഇനി ബോക്സ് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഓക്കെ, വേറെ ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഓക്കെ, ഇത് സീരിയൽ നമ്പറാണ്. അപ്പോൾ അത്രയാണ് ഈ ബോക്സിലുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വാച്ച് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ലൈറ്റ് വെയിറ്റ് ആണ്, അധികം വെയിറ്റ് ഒന്നുമില്ല വാച്ച്. മെറ്റാലിക് ബോഡിയിൽ ഒരു സിലിക്കൺ സ്ട്രാപ്പാണ് കൊടുത്തേക്കുന്നത്. ഈ സ്ട്രാപ്പിൽ തന്നെ നമുക്ക് ഹുവാവേയുടെ ഒരു ബ്രാൻഡിങ് എല്ലാം കൊടുത്തേക്കുന്നത് കാണാം. അതുപോലെ ബക്കിളിനും കൊടുത്തിട്ടുണ്ട് ഹുവാവേ എന്ന് എഴുതിയിട്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ വന്നിട്ട് 1.39 ഇഞ്ച് AMOLED HD ഡിസ്പ്ലേ ആണ്. പുറകിലായിട്ട് നമുക്ക് ഹാർട്ട് റേറ്റ് സെൻസറും അതുപോലെ ചാർജിങ് ഡോക്ക് ചെയ്യാനുള്ള പിന്നും ഉണ്ട്. 2 ബട്ടൺസാണ് വരുന്നത് വാച്ചിൽ. മുകളിലെ ബട്ടണാണ് മെയിൻ ബട്ടൺ. താഴെ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ചൂസ് ചെയ്യാവുന്നതാണ് ബട്ടൺ ഏതാണ് ഫങ്ഷന് വേണ്ടി വെച്ചാൽ. നമുക്ക് എന്തായാലും വാച്ച് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഹുവാവേയുടെ ലോഗോ കാണാം. ഓക്കെ, ലാംഗ്വേജ് നമുക്ക് ഇംഗ്ലീഷ് ചൂസ് ചെയ്യാം. പെയർ, ഇനി നമുക്ക് ഫോണായിട്ട് പെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഏത് ഫോണായാലും, ഇപ്പോൾ ആൻഡ്രോയിഡ് ആയാലും iOS ആയാലും നമുക്ക് ഹുവാവേ ഹെൽത്ത് ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് പെയർ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്തായാലും നമുക്ക് ഇനി ഫോണായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഫോണായിട്ട് കണക്ട് ചെയ്തു. ഇതിൻ്റെ ഡിസ്പ്ലേക്ക് നല്ല അടിപൊളി HD ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. നമുക്ക് ഏത് സൈഡിൽ നിന്നൊക്കെ നോക്കിയാലും അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പ്രൊസസ്സർ വന്നിട്ട് ഹുവാവേയുടെ തന്നെ കിരിൻ A1 എന്നിട്ടുള്ള പ്രൊസസ്സറാണ്. അതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പ് കമ്പനി പറയുന്നത് ഒരു ഫുൾ ചാർജിൽ 14 ഡേയ്സോളം ബാറ്ററി ബാക്കപ്പ് ഉണ്ടാവുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 455 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി. ഏകദേശം 4 GB ഇൻറ്റേർണൽ മെമ്മറി ഉണ്ട്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് ഇതിൻ്റെ ഇൻബിൽറ്റ് സ്പീക്കറാണ് കേട്ടോ. നല്ലൊരു അടിപൊളി ഒരു ക്വാളിറ്റി സൗണ്ടാണ് ഇതിന് വരുന്നത്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. എന്തായാലും വാച്ച് ഒന്ന് കിട്ടി നോക്കാം.
ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരു നല്ലൊരു കംഫർട്ട് ഫീൽ ഉണ്ട് ഇത് കിട്ടുമ്പോൾ തന്നെ. കൊള്ളാം, എനിക്കൊരു ലുക്കും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ യൂസ് ചെയ്തിട്ട് പിന്നീട് റിവ്യൂ പറയുന്നതായിരിക്കും. എന്തായാലും ഫസ്റ്റ് ലുക്കിൽ വാച്ച് നല്ല അടിപൊളിയാണ്. അപ്പോൾ അതാണ് നമ്മുടെ Huawei Watch GT2ൻ്റെ ഡീറ്റെയിൽസ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റായിട്ട് താഴെ പോസ്റ്റ് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം പൊളിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ ബൈ.